റൂമിലെ എക്സ്പെരിമെൻറ്റ് എന്താ വെച്ചാൽ സോയാബീൻ വെച്ചിട്ട് സോയാബീൻ ഒന്ന് സോക്ക് ചെയ്ത് അതിലെ വെള്ളം മാറ്റിയിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ പൊടി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ സോയാബീൻ അതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ഒനിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടുക. പിന്നെ ഇതിലേക്ക് കൊറിയാൻഡർ പൗഡറും ഗരം മസാലയും ചിക്കൻ പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ടൊമാറ്റോ ആഡ് ചെയ്യണം. ടൊമാറ്റോ നന്നായിട്ട് വാടണം. അപ്പോൾ കുറേ നേരം ഞാൻ ഇളക്കിയപ്പോൾ പിന്നെ എനിക്ക് ക്ഷമ അങ്ങോട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്പൂൺ അങ്ങോട്ട് വെച്ച് നന്നായിട്ട് ഇളക്കിയിട്ടു. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ട് എന്താണെന്നുള്ളത്. ഇതിലേക്ക് പിന്നെ നമ്മുടെ സോയാബീൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മൂടി വെക്കണം. കാരണം ഇതിൻ്റെ സ്മെല്ല് മാറും. പിന്നെ ഓൾറെഡി നമ്മൾ റൈസ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഈ റൈസും വെച്ച് നമ്മൾ വിചാരിച്ച് ദമ്മിടായിരുന്നു. കാരണം ഉണ്ടാക്കുന്നത് അതിൻ്റെ രീതിയിൽ ഉണ്ടാക്കണ്ടേ. അങ്ങനെ നമ്മൾ ലെയറൊക്കെ ഇട്ട് ഒരു അടിപൊളി സോയാബീൻ ബിരിയാണി തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടു. അങ്ങനെ മൂടി അങ്ങോട്ട് തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി സ്മെല്ല് കിട്ടും. അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് സെർവ് ചെയ്ത് ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണീനെ പോലെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, ബൈ.